നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഡൽഹിയിൽ നിർണായക കൂടിക്കാഴ്ച നടത്തി ഇന്ത്യ ചൈന വിദേശകാര്യമന്ത്രിമാർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങളും മറ്റ് തർക്ക വിഷയങ്ങളും ചർച്ച ചെയ്തു. അതിർത്തിയിലെ സേനാ പിന്മാറ്റം വേഗത്തിലാക്കണമെന്നും ശാന്തമായ അതിർത്തി നല്ല ബന്ധത്തിന് അനിവാര്യമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ദേശീയപാതയിൽ 12 മണിക്കൂർ ഗതാഗത കുരുക്കിൽപ്പെടുന്നവർ എന്തിന് ടോൾ നൽകണമെന്ന് സുപ്രീം കോടതി. ഇത്രയും സമയമെടുക്കുന്നതിന് ജനങ്ങൾക്കാണ് പണം നൽകേണ്ടതെന്നും വിമർശനം. പാലിയേക്കരയിലെ ടോൾ പിരിവ് മരവിപ്പിച്ചതിനെതിരായ അപ്പീലിൽ വിധി പറയാൻ മാറ്റി. ഗതാഗത കുരുക്കഴിയാതെ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാത. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാൻ പ്രതിപക്ഷ നീക്കം. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം. ബീഹാറിൽ രാഹുലിന്റെ വോട്ടർ അധികാർ യാത്ര തുടരുന്നു. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ ഇന്ത്യ സഖ്യം നാളെ പ്രഖ്യാപിക്കും. ISRO മുൻ ശാസ്ത്രജ്ഞൻ M അണ്ണാദുരൈയുടെ പേരും പരിഗണനയിൽ. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി അധ്യക്ഷനെ നിയോഗിച്ച സുപ്രീം കോടതി. റിട്ടയർഡ് ജഡ്ജി സുധാൻഷു ധൂലി അധ്യക്ഷനാകുന്ന സമിതിയിലേക്ക് സർക്കാരിനും ഗവർണർക്കും 2 പേരെ നിർദ്ദേശിക്കാം. 2 ആഴ്ചയ്ക്കുള്ളിൽ സമിതി രൂപീകരിക്കണമെന്നും നിയമനം 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നും കോടതി. ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യയുടെ 2020 ക്രിക്കറ്റ് ടീമിനെ നാളെ പ്രഖ്യാപിക്കും. സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായി തുടരും. ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ട മലയാളി അത്ലറ്റ് ഷീന NVക്ക് സസ്പെൻഷൻ. ഇന്ത്യ ചൈന ബന്ധം പരസ്പര ബഹുമാനത്തോടെയും താൽപര്യങ്ങൾ സംരക്ഷിച്ചും മുന്നോട്ടു പോകണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. തീരുവ യുദ്ധത്തിൽ ഇന്ത്യ അമേരിക്ക ബന്ധം വഷളായ സാഹചര്യത്തിലാണ് ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറരുതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയതന്ത്രതല യോഗത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. നിലവിൽ മോശമായ അവസ്ഥയിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ആത്മാർത്ഥവും ക്രിയാത്മകവുമായ സമീപനം ഇരുപക്ഷത്തു നിന്നും ആവശ്യമാണെന്നും ഇന്ത്യ അറിയിച്ചു. അതിർത്തി പ്രശ്നത്തിൽ പ്രത്യേക പ്രതിനിധികൾ നാളെ അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തും. വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വാങ്ങി കൂടിക്കാഴ്ച നടത്തും. ദേശീയപാതയിൽ 12 മണിക്കൂർ ഗതാഗത കുരുക്കിൽപ്പെട്ട് കിടക്കുന്നതിന് എന്തിന് ടോൾ നൽകണമെന്ന് സുപ്രീം കോടതി. ഇത്രയും സമയമെടുത്ത് സഞ്ചരിക്കുന്നതിനാൽ ജനങ്ങൾക്ക് അങ്ങോട്ടാണ് പണം നൽകേണ്ടതെന്നും കോടതി നിരീക്ഷിച്ചു. പാലിയേക്കരയിലെ ടോൾ പിരിവ് മരവിപ്പിച്ചതിനെതിരായ അപ്പീൽ സുപ്രീം കോടതി വിധി പറയാൻ മാറ്റി. പാലിയക്കരയിൽ ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെ ദേശീയപാത അതോറിറ്റിയും ടോൾ പിരിക്കുന്ന കമ്പനിയും നൽകിയ ഹർജികൾ പരിഗണിക്കുമ്പോഴായിരുന്നു സുപ്രീം കോടതിയുടെ ചോദ്യങ്ങൾ. ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ, ജസ്റ്റിസ് NV അഞ്ചാരിയ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന ചിത്രം സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഗതാഗത കുരുക്ക് ലോറി ബ്രേക്ക് ഡൌൺ ആയതിനെ തുടർന്നാണെന്ന് ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. ലോറി ബ്രേക്ക് ഡൌൺ ആയത് ദൈവഹിതം കൊണ്ടല്ലെന്നും ദേശീയപാതയിലെ കുഴി കാരണമാണെന്നും ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. ഗതാഗത തടസ്സം ഒഴിവാക്കാൻ സർവീസ് റോഡുകൾ നിർമ്മിച്ചിരുന്നുവെന്നും മഴ നിർമ്മാണ പ്രവർത്തനത്തെ ബാധിച്ചെന്നും തുഷാർ മേത്ത പറഞ്ഞു. എന്നാൽ മഴ കഴിഞ്ഞതിനു ശേഷം ടോൾ പിരിച്ചാൽ പോരെയെന്ന് കോടതി ആരാഞ്ഞു. മഴ നിർത്തണമെന്ന് ഉത്തരവിറക്കാൻ തങ്ങൾക്ക് കഴിയില്ലല്ലോ എന്ന് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ കൂട്ടിച്ചേർത്തു. ദേശീയപാതയിലെ 65 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ടോൾ എത്രയാണെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് BR ഗവായുടെ ചോദ്യം. 150 രൂപ എന്ന് മറുപടി പറഞ്ഞപ്പോൾ ദേശീയപാതയിലൂടെ സഞ്ചരിക്കാൻ 12 മണിക്കൂർ എടുക്കുമെങ്കിൽ എന്തിനാണ് ടോളെന്ന് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. ഗതാഗത കുരുക്കുണ്ടാകുന്ന മേഖലയിലെ റോഡ് നിർമ്മിച്ചത് മറ്റൊരു ഉപകമ്പനിയാണെന്ന് കരാർ കമ്പനി കോടതിയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് അമൃത TV. ഗതാഗത കുരുക്കഴിയാതെ ദേശീയപാത. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ പല ഭാഗങ്ങളിലും ഗതാഗത കുരുക്ക് തുടർക്കഥയാവുകയാണ്. അമ്പല്ലൂരിലും മുരിങ്ങൂരിലും ഇന്നും ഗതാഗത കുരുക്ക് രൂക്ഷമായി. 4 ആഴ്ചയ്ക്കകം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും ഒരു ഭാഗത്തും അറ്റകുറ്റപ്പണി ആരംഭിച്ചിട്ടില്ല. ദിവസങ്ങൾ പിന്നിട്ടിട്ടും മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന് ഒരു മാറ്റവുമില്ല. ആമ്പല്ലൂരിലും മുരിങ്ങൂരിലും ചാലക്കുടിയിലും കുരുക്കോട് കുരുക്കാണ്. യാത്രക്കാർ മണിക്കൂറുകളോളം ബുദ്ധിമുട്ടുകയാണ്. ഇടറോഡുകൾ വഴി ഗതാഗതം തിരിച്ചുവിട്ടെങ്കിലും പ്രശ്നപരിഹാരമായില്ല. ജില്ലയിൽ സ്കൂളുകൾക്ക് ഇന്ന് അവധിയായതിനാൽ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി. അതേസമയം പ്രശ്നം പരിഹരിക്കാൻ വേണ്ട എല്ലാ നടപടികളും ചെയ്യാൻ സർക്കാർ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ടെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു.
ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസും ആത്മാർത്ഥമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 4 മാസമായി വല്ലാത്ത രീതിയിൽ മഴയാണ്. അപ്പോൾ നിർമ്മാണ പ്രവർത്തനത്തെ പ്രതികൂല കാലാവസ്ഥ ബാധിക്കുന്നുണ്ട്. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ലക്ഷങ്ങളുടെ നഷ്ടമാണ് KSRTCക്ക് ഉണ്ടാകുന്നതെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും പറഞ്ഞു. വണ്ടിയുടെ ഡീസൽ മാത്രമല്ല, ഈ വണ്ടികളുടെ പ്ലേറ്റ് ഒടിഞ്ഞു പോകുന്നുണ്ട്. വളരെ മോശമായ സ്ഥിതിയിൽ വണ്ടിയുടെ മെയിൻ്റനൻസ് ഒക്കെ ഭയങ്കര കുഴപ്പമായി മാറിയിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ KSRTCക്ക് ഇതിൻ്റെ പേരിൽ നഷ്ടമുണ്ട്. 4 ആഴ്ചയ്ക്കകം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന് പുല്ലുവിലയാണ് കരാർ കമ്പനി നൽകുന്നത്. നിർദ്ദേശം വന്നിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഒരു ഭാഗത്തും അറ്റകുറ്റപ്പണി തുടങ്ങിയിട്ടില്ല. അമൃത ന്യൂസ്, തൃശൂർ. കാസർഗോഡ് പടന്നക്കാട് മേൽപ്പാലത്തിൽ ദേശീയപാത തകർന്ന് വൻ കുഴികൾ മാത്രം. കഴിഞ്ഞ 3 മാസമായി തുടരുന്ന ദുരിതയാത്രയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പാലത്തിലെ കുഴികളിൽ വീണുള്ള വാഹനാപകടങ്ങളിൽ നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞിട്ടും കണ്ണടയ്ക്കുകയാണ് അധികൃതർ. ദേശീയപാതയിൽ പടന്നക്കാട് മേൽപ്പാലത്തിലെ റോഡ് തകർച്ചയുടെ ആഴം ദൃശ്യങ്ങളിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തം. അപകടത്തിലേക്കുള്ള ചവിട്ടുപടികളായി ചെളിവെള്ളം നിറഞ്ഞ വൻകുഴികൾ മാത്രമാണ് പടന്നക്കാട്ടെ പാലത്തിലുള്ളത്. ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന കുഴികൾ യാത്രക്കാരുടെ നടുവടിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. അപകടങ്ങൾ ഓരോന്ന് കഴിയുമ്പോഴും താൽക്കാലികമായ കുഴിയടക്കൽ മാത്രമാണ് നടന്നത്. പാലത്തിലെ കുഴികളിൽ വീണുണ്ടായ വാഹനാപകടങ്ങളിൽ 9 പേർ മരിച്ച കാര്യം നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. 10 വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്ത ദേശീയപാതയിലെ പടന്നക്കാട് മേൽപ്പാലത്തിൽ റീടാറിംഗ് നടത്താത്തതിനെതിരെ ജനരോഷം ഉയരുകയാണ്. സമരത്തിലേക്ക് കടക്കുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഏകദേശം ഒരു 10-17 മരണങ്ങളാണ് ഈ ഹൈവേന്റെ മുകളിൽ താമസിച്ച് പറ്റിയിട്ടുള്ളത്. ഇത് അധികൃതർക്ക് അറിയാത്തതുകൊണ്ടൊന്നുമല്ല. ഈ ഹൈവേയിൽ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ എത്ര പ്രാവശ്യം പോകുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരെ ഇത് ഈ വഴിയിൽ കൂടി പോയതാണ്. അപ്പോൾ ഇനിയും ഈ വിധത്തിൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ വളരെ വിഷമം തന്നെ. ജനങ്ങളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഇതിന്റെ. നാഷണൽ ഹൈവേ അതോറിറ്റി ഇതിന് മുൻകൈ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ശക്തമായൊരു പ്രക്ഷോഭം ഇവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യം അതിൽ യാതൊരു സംശയവുമില്ല. കുഴികളിൽ വീണ് 200-ലധികം അപകടങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെയുണ്ടായത്. 1 കിലോമീറ്ററിലേറെ ദൈർഘ്യമുള്ള മേൽപ്പാലത്തിലെ കുഴിയാത്ര പല സമയങ്ങളിലും ഗതാഗത കുരുക്കിനും ഇടയാക്കുകയാണ്. അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്. വോട്ട് മോഷണം, വോട്ടർ പട്ടിക ക്രമക്കേട് എന്നിവയിൽ കടുത്ത പ്രതിഷേധത്തിലേക്കും നടപടികളിലേക്കും കടക്കാൻ ഇന്ത്യ സഖ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാനാണ് നീക്കം. ഗണേഷ് കുമാറിനെ പദവിയിൽ നിന്ന് നീക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. പാർലമെന്റ് ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധമുയർന്നു. സഭാ നടപടികളോട് സഹകരിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടു. ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്നും പൊതുമുതൽ നശിപ്പിക്കാനല്ല MP-മാരെ സഭയിലേക്ക് അയച്ചതെന്നും സ്പീക്കർ വിമർശിച്ചു. ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉച്ചയോടെ ഉണ്ടാകും. സ്ഥാനാർത്ഥി തമിഴ്നാട്ടിൽ നിന്നാകാനാണ് സാധ്യത. ISRO ശാസ്ത്രജ്ഞനായിരുന്ന M. അണ്ണാദുരൈയുടെ പേരിനാണ് മുൻതൂക്കം. ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനായി വിളിച്ചു ചേർത്ത നിർണായക യോഗം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലാണ് നടന്നത്. യോഗത്തിൽ 4 പേരുകൾ ഉയർന്നു വന്നു. NDA സഖ്യം തമിഴ്നാട്ടിലെ മുതിർന്ന BJP നേതാവിനെ മത്സരിക്കാൻ നിശ്ചയിച്ചതിന് പിന്നാലെ രാഷ്ട്രീയ നീക്കം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വന്നത്. അണ്ണാദുരൈയുടെ പേര് ഭൂരിഭാഗം പേരും പിന്തുണച്ചതായി വിവരം. യോഗത്തിൽ പങ്കെടുക്കാത്ത പാർട്ടികളുടെ നേതാക്കളുമായി ഖർഗെ ഫോണിൽ സംസാരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കൂടി അറിഞ്ഞതിന് ശേഷം നാളെ ഉച്ചയോടെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദൗത്യം പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ലയെ ആദരിച്ച് ലോക്സഭ. കടുത്ത പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് ശുഭാംശുവിനെ ആദരിക്കുന്ന പ്രത്യേക ചർച്ച നടന്നത്. ഭാരതത്തിന് ഏറെ അഭിമാനകരമായ നിമിഷമാണ് ഇതെന്ന് പറഞ്ഞാണ് സ്പീക്കർ ഓം ബിർള കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിനെ സംസാരിക്കാനായി ക്ഷണിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ മേഖലയുടെ ശക്തിയും വളർച്ചയും ലോകം കണ്ടുവെന്ന് തുടർന്ന് സംസാരിച്ച മന്ത്രി ജിതേന്ദ്ര സിംഗ് ചൂണ്ടിക്കാട്ടി. ശുഭാംശുവിന്റെ യാത്ര 140 കോടി ഇന്ത്യക്കാർക്ക് അഭിമാനവും പ്രചോദനവുമാണ്. ऑपरेशन सिंदूर के दौरान भी अंतरिक्ष विभाग और स्पेस टेक्नोलॉजी की जो भूमिका रही है, उस भूमिका को निभाने के हेतु जो टेक्नोलॉजी अपनाई गई वो भी गत 10 वर्षों में मोदी जी की सरकार के आने के बाद ऐसा हुआ।
രാജ്യത്തിന് അഭിമാനകരമായ നിമിഷത്തിൽ പ്രതിപക്ഷം ബഹളം വയ്ക്കുന്നതിൽ വലിയ പ്രയാസമുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സർക്കാരിനോടും BJPയോടും പ്രതിപക്ഷത്തിന് എതിർപ്പ് കാണിക്കാം. പക്ഷേ ശുഭാംശു ശുക്ലയോട് എന്തിനാണ് എതിർപ്പെന്ന് ജിതേന്ദ്ര സിംഗ് ചോദിച്ചു. പ്രതിപക്ഷത്തിന്റെ നിരാശയിൽ നിന്നാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ഉയരുന്നതെന്നും മന്ത്രി വിമർശിച്ചു. नाराजगी उस समय वाक़या होती है जब आदमी हताश होकर जाता है, जब आदमी निराशा से बेहाल हो जाता है, तो वो दर हकीकत नाराजगी किसी और से नहीं होती, नाराजगी अपने आप से होती है. ജിതേന്ദ്ര സിംഗിന്റെ വിമർശനത്തിന് പിന്നാലെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രത്യേക ചർച്ചയ്ക്കിടെ പ്രതിപക്ഷ ബഹളം കടുത്തതോടെ ലോക്സഭ നാളത്തേക്ക് പിരിഞ്ഞു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട് റിട്ടയർഡ് ജഡ്ജി സുധാൻഷു ധൂലിയയെ സെർച്ച് കമ്മിറ്റി ചെയർപേഴ്സണാക്കി സുപ്രീംകോടതി. ജഡ്ജിയെ സെർച്ച് കമ്മിറ്റിയുടെ ചെയർപേഴ്സണാക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണം. സെർച്ച് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ VC നിയമനത്തിൽ നിർണായകമാകും. സർക്കാരും ചാൻസലറും നൽകിയ പട്ടികയിൽ നിന്നാണ് ചെയർപേഴ്സൺ 2 സർവകലാശാലകൾക്കുമായുള്ള കമ്മിറ്റി രൂപീകരിക്കുക. ഇതിൽ 2 പേർ ചാൻസലറുടെ നോമിനിയും 2 പേർ സംസ്ഥാനത്തിന്റെ നോമിനിയുമായിരിക്കും. ഒന്നിച്ചോ പ്രത്യേകമോ കമ്മിറ്റി രൂപീകരിക്കാം. സർക്കാരും ചാൻസലറും സെർച്ച് കമ്മിറ്റിയിലേക്ക് പേരുകൾ കൈമാറിയിട്ടുണ്ട്. IIT, NIT ഡയറക്ടർമാരുടെ ഉൾപ്പെടെ 8 പേരുടെ പട്ടികയാണ് ഗവർണർ കൈമാറിയത്. സംസ്ഥാന സർക്കാർ നൽകിയത് 10 പേരുകൾ അടങ്ങുന്ന പട്ടികയാണ്. UGC നോമിനി സെർച്ച് കമ്മിറ്റി പട്ടികയിൽ ഉണ്ടാകില്ല. ഗവർണർ നിർദ്ദേശിച്ച പേരുകളിൽ ഭൂരിഭാഗവും കേരളത്തിന് പുറത്തു നിന്നുള്ളവരാണ്. ഈ സമിതി VC സ്ഥാനത്തേക്ക് 3 പേരുള്ള പാനൽ തയ്യാറാക്കും. സെർച്ച് കമ്മിറ്റിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കണമെന്നാണ് കോടതി നിർദ്ദേശം. ഇതിനുശേഷം പട്ടിക മുഖ്യമന്ത്രിയുടെ ശുപാർശയോടെ ചാൻസലറായ ഗവർണർക്ക് കൈമാറണം. പശ്ചിമ ബംഗാൾ കേസിലെ വിധി സുപ്രീം കോടതി ഇക്കാര്യത്തിലും ബാധകമാക്കുകയാണ്. 2 സർവകലാശാലകളിലെയും VC നിയമനം 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. 1 മാസത്തിനുള്ളിൽ നടപടികളിലെ പുരോഗതി കോടതിയെ അറിയിക്കണം. ഗവർണർക്കെതിരായി കേരള സർക്കാർ നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചത്. ജഡ്ജിയെ സമിതി അധ്യക്ഷനാക്കണമെന്നും ഇല്ലെങ്കിൽ സെർച്ച് കമ്മിറ്റിയിൽ തുല്യത പാലിക്കാനാവില്ലെന്നും സർക്കാർ വാദിച്ചു. ചെയർപേഴ്സൺ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും. ചെയർപേഴ്സണ് ഓരോ സിറ്റിംഗിനും 3 ലക്ഷം രൂപ ഓണറേറിയം നൽകണം. സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പ് VC നിയമനത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നതായി പരസ്യം പ്രസിദ്ധീകരിക്കണം. സഹകരിച്ച് മുന്നോട്ടു പോകാൻ ഇരു കൂട്ടരോടും കൈകൂപ്പി അഭ്യർത്ഥിക്കുന്നുവെന്ന് ജസ്റ്റിസ് JB പർദിവാല പറഞ്ഞു. കേസിൽ സംസ്ഥാന സർക്കാരിനായി മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത, സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശി എന്നിവർ ഹാജരായി. ഗവർണർക്കു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ P ശ്രീകുമാർ, സ്റ്റാൻഡിംഗ് കൗൺസിൽ വെങ്കട്ട് സുബ്രഹ്മണ്യ എന്നിവർ ഹാജരായി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കോടികൾ വിലമതിക്കുന്ന അപൂർവ രത്നം തട്ടിയെടുക്കാനുള്ള ശ്രമം മണിക്കൂറുകൾക്കുള്ളിൽ പൊളിച്ച് ദുബായ് പോലീസ്. 200 കോടിയിലേറെ വില വരുന്ന അപൂർവ ഇനം പിങ്ക് രത്നമാണ് മോഷ്ടിക്കാൻ ശ്രമിച്ചത്. പരാതി ലഭിച്ച് മിനിറ്റുകൾക്കകം പ്രത്യേക സംഘത്തെ നിയോഗിച്ച ദുബായ് പോലീസ് പ്രതികളെ പിടികൂടി രത്നം വീണ്ടെടുത്തു. ദുബായ് പോലീസിന്റെ അന്വേഷണ മികവ് തെളിയിക്കുന്ന മറ്റൊരവസരം കൂടിയായി ഇത് മാറി. ലോകത്ത് തന്നെ അപൂർവമായി മാത്രം ലഭിക്കുന്ന കോടികൾ വിലമതിക്കുന്ന പിങ്ക് രത്നം മോഷ്ടിച്ച് കടത്താനുള്ള ശ്രമമാണ് മണിക്കൂറുകൾക്കുള്ളിൽ ദുബായ് പോലീസ് തകർത്ത് കളഞ്ഞത്. $25 മില്യൺ, ഏകദേശം 218 കോടി ഇന്ത്യൻ രൂപ വിലമതിക്കുന്ന പിങ്ക് നിറമുള്ള സ്വാഭാവിക രത്നമാണ് ഏഷ്യൻ രാജ്യത്തു നിന്നുള്ള പ്രതികൾ മോഷ്ടിക്കാൻ ശ്രമിച്ചത്. ഇത്തരത്തിലുള്ള മറ്റൊരു രത്നം ലഭിക്കാനുള്ള സാധ്യത 0.01% മാത്രമാണ്. ഈ അപൂർവ രത്നം കൈവശമുള്ള വ്യാപാരിയെ സമീപിച്ച പ്രതികൾ ചോദിക്കുന്ന വില നൽകി രത്നം വാങ്ങാൻ ആളുണ്ടെന്ന് വിശ്വസിപ്പിക്കുകയായിരുന്നു. യാത്രയ്ക്കായി വാടകയ്ക്കെടുത്ത അത്യാഡംബര വാഹനങ്ങളും സ്റ്റാർ ഹോട്ടലുകളിലെ മീറ്റിംഗുകളും മറ്റും പ്രതികൾ വിദഗ്ധമായി ഒരുക്കി. ഒടുവിൽ രത്നവുമായി വ്യാപാരിയെ ഒരു വില്ലയിലേക്ക് ക്ഷണിച്ചു വരുത്തിയാണ് മോഷണം നടത്തിയത്. വിവരമറിയിച്ചതിന് പിന്നാലെ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ തന്നെ ദുബായ് പോലീസ് തയ്യാറാക്കി. അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ കൂടി സഹായത്തോടെ 8 മണിക്കൂറിനുള്ളിൽ ദുബായ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു. മോഷണത്തിന് ശേഷം 3 പ്രതികൾ 3 വഴിക്ക് രക്ഷപ്പെടാനാണ് ശ്രമം നടത്തിയത്. മോഷ്ടിച്ച രത്നം ഒരു ഫ്രിഡ്ജിനുള്ളിലാക്കി രാജ്യത്തിന് പുറത്തേക്ക് കടത്താനായിരുന്നു പദ്ധതി. ഫാൻസി ഇന്റൻസ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള രത്നം 21.25 ക്യാരറ്റ് ഭാരമുള്ളതാണ്. ദുബായ് പോലീസിന്റെ സമയോചിതമായ ഇടപെടലിനെ രത്നവ്യാപാരി പ്രകീർത്തിച്ചു. മുൻപ് പല സന്ദർഭങ്ങളിലും ത്വരിതഗതിയിലുള്ള അന്വേഷണത്തിലൂടെ മികവ് തെളിയിച്ചിട്ടുണ്ട് ദുബായ് പോലീസ്. അമൃത ന്യൂസ്, ദുബായ്.
സാധുതയില്ലാത്ത ഡ്രൈവിംഗ് ലൈസൻസുമായി UAE-യിൽ വാഹനം ഓടിക്കുന്നവരെ കാത്തിരിക്കുന്നത് കനത്ത പിഴയും തടവ് ശിക്ഷയും. ഇക്കഴിഞ്ഞ മാർച്ച് മുതൽ UAE-യിൽ നിലവിൽ വന്ന ട്രാഫിക് നിയമപ്രകാരം രാജ്യത്ത് സാധുതയില്ലാത്ത വിദേശ ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വെച്ച് വാഹനം ഓടിച്ചാൽ 2000 ദിർഹം മുതൽ 10,000 ദിർഹം വരെ പിഴ അടക്കേണ്ടി വരും. കുറ്റകൃത്യം ആവർത്തിച്ചാൽ കുറഞ്ഞത് 5000 ദിർഹം മുതൽ 50,000 ദിർഹം വരെ പിഴയും 3 മാസം വരെ തടവുമാണ് ശിക്ഷ. ഡ്രൈവിംഗ് ലൈസൻസിൽ അനുവദിക്കാത്ത വാഹനങ്ങൾ ഓടിച്ചാലും നിയമ നടപടികൾ കർശനമാണ്. 3 മാസം വരെ തടവ് ശിക്ഷയും 5000 മുതൽ 50,000 ദിർഹം വരെ പിഴയുമാണ് ശിക്ഷ. കുറ്റം ആവർത്തിച്ചാൽ 20,000 ദിർഹം മുതൽ 1,00,000 ദിർഹം വരെ പിഴയും തടവ് ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. സൗദി ദേശീയ വിമാന കമ്പനിയായ സൗദി എയർലൈൻസ് ട്രാൻസിറ്റ് ഫ്ലൈറ്റുകൾ ഉൾപ്പെടെ അന്താരാഷ്ട്ര റൂട്ടുകളിലെ ടിക്കറ്റ് നിരക്കിൽ 50% വരെ ഇളവ് പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 1 മുതൽ ഡിസംബർ 10 വരെയുള്ള സമയങ്ങളിൽ യാത്ര ചെയ്യുന്നതിന് ഓഗസ്റ്റ് 17 മുതൽ 31 വരെ ബുക്ക് ചെയ്ത് വാങ്ങുന്ന ടിക്കറ്റുകൾക്ക് ഓഫർ ലഭിക്കും. പ്രൊമോഷണൽ ഓഫറിൽ ബിസിനസ്, ഇക്കോണമി ക്ലാസ് ടിക്കറ്റുകളും ഉൾപ്പെടുന്നു. കുവൈറ്റിൽ വിഷമദ്യമുണ്ടാക്കി വിതരണം ചെയ്യുന്ന ക്രിമിനൽ ശൃംഖലയ്ക്ക് പിന്നിൽ ഒരു ബംഗ്ലാദേശി പൗരനാണെന്ന് ആരോപിച്ച് പ്രാദേശിക പത്രങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്ത ബംഗ്ലാദേശ് എംബസി നിഷേധിച്ചു. ബംഗ്ലാദേശ്, നേപ്പാളി, ഇന്ത്യക്കാരൻ എന്നിവരെ വിഷമദ്യ കേസിൽ അറസ്റ്റ് ചെയ്തു എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ടിൽ എംബസി ആശങ്ക പ്രകടിപ്പിച്ചു. സംഭവത്തിൽ ബംഗ്ലാദേശി പൗരന്മാരാരും ഉൾപ്പെട്ടിട്ടില്ലെന്ന് കുവൈറ്റ് അധികൃതർ വ്യക്തമായി പറഞ്ഞതായി എംബസി അറിയിച്ചു. അറസ്റ്റിലായ 67 പേരിൽ ആരും ബംഗ്ലാദേശി പൗരന്മാരല്ല. മരിച്ചവരിലോ പരിക്കേറ്റവരിലോ ബംഗ്ലാദേശികളില്ല എന്നും എംബസി അറിയിച്ചു. റിപ്പോർട്ടിലെ വസ്തുതാപരമായ കൃത്യതയില്ലായ്മകളെയും മുൻവിധിയോടെയുള്ള കെട്ടിച്ചമയ്ക്കലുകളെയും എംബസി ശക്തമായി അപലപിച്ചു. കുവൈറ്റിൽ സന്ദർശന വിസ നയം ഉദാരവൽക്കരണത്തിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളും വ്യാപകമായതായി റിപ്പോർട്ട്. GCC രാജ്യങ്ങളിൽ കഴിയുന്ന പ്രവാസികൾക്ക് വിമാനത്താവളം വഴിയോ അതിർത്തി കവാടങ്ങൾ വഴിയോ രാജ്യത്തേക്ക് ഓൺ അറൈവൽ വിസയിൽ പ്രവേശിക്കാൻ പുതിയ സന്ദർശന വിസ നിയമം അനുവദിക്കുന്നുണ്ട്. ഈ സൗകര്യം ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് തട്ടിപ്പ് നടക്കുന്നത്. വിവിധ GCC രാജ്യങ്ങളുടെ പേരിൽ വ്യാജ താമസരേഖ നിർമ്മിച്ച് അബ്ദലി ചെക്ക് പോയിന്റ് വഴി കുവൈറ്റിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച നിരവധി ഇറാഖികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിയിലായതായി പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. കുവൈറ്റ് വിസ ലഭിക്കുന്നതിന് ആവശ്യമായ രേഖകളുമായി ഭാഗികമായി വ്യാജമായി നിർമ്മിച്ച GCC വിസ ഇലക്ട്രോണിക്കായി സമർപ്പിച്ചുകൊണ്ട് ഇവർ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചത്. ഇലക്ട്രോണിക് രീതിയിൽ വിസ ലഭിച്ചാൽ പോലും മതിയായ പരിശോധനകൾ കൂടാതെ കുവൈറ്റിലേക്ക് ഉടനടി പ്രവേശിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കേണ്ടതില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിൽ താമസ തൊഴിൽ നിയമങ്ങൾ കർശനമാക്കുന്നതിനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനും വേണ്ടി രാജ്യത്തെ എല്ലാ ഗവർണറേറ്റുകളിലും സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കി. രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനകളിൽ 14 യാചകരായ സ്ത്രീകളെ അറസ്റ്റ് ചെയ്തു. നിയമലംഘകർക്കെതിരെ ഫാമിലി ജോയിനിംഗ് നിയമത്തിലെ ആർട്ടിക്കിൾ 22 പ്രകാരമുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു. ഈ നിയമം അനുസരിച്ച് നിയമലംഘകനെയും സ്പോൺസറെയും നാടുകടത്താൻ വ്യവസ്ഥയുണ്ട്. താമസ തൊഴിൽ നിയമങ്ങൾ കർശനമായി നടപ്പാക്കുമെന്നും നിയമലംഘനങ്ങൾക്ക് തൊഴിലാളികളെയും തൊഴിലുടമകളെയും ഒരുപോലെ ഉത്തരവാദികളാക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പ്രവൃത്തി സമയങ്ങളിൽ വിദ്യാലയങ്ങളിലേക്ക് ഫുഡ് ഡെലിവറി നടത്തുന്നത് തടഞ്ഞ് അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ്. കുട്ടികൾക്ക് ആരോഗ്യകരമായ ഭക്ഷണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ വകുപ്പ് സന്ദേശങ്ങൾ അയച്ചു. വിദ്യാർത്ഥികൾ പുറത്തുനിന്നും അനാരോഗ്യകരമായ ഭക്ഷണങ്ങളും ഫാസ്റ്റ് ഫുഡും ഓൺലൈനായി വാങ്ങുന്നത് തടയുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടി. വൃത്തിയുള്ള, സുരക്ഷിതമായ, പാർശ്വഫലങ്ങളില്ലാത്ത പാത്രങ്ങളിലായിരിക്കണം കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു വിടേണ്ടതെന്നും രക്ഷിതാക്കൾക്ക് നിർദ്ദേശം നൽകി. കുവൈറ്റിലെ കണ്ണൂർ ജില്ലക്കാരുടെ കൂട്ടായ്മയായ ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ ബാലവേദിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. ബാലവേദി കൺവീനർ അവന്തിക മഹേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ അധ്യാപികയും ഷോർട്ട് ഫിലിം സംവിധായകയുമായ സവിത ജിതേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഫോക്ക് ബാലവേദി സെക്രട്ടറി ജോയൽ രാജേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഫോക്ക് ആക്ടിംഗ് പ്രസിഡന്റ് എൽദോസ് ബാബു, ആക്ടിംഗ് ജനറൽ സെക്രട്ടറി മഹേഷ് കുമാർ, വനിതാവേദി ജനറൽ കൺവീനർ അഖില ഷാബു എന്നിവർ സംസാരിച്ചു. ബാലവേദി കോർഡിനേറ്റർ കാവ്യ സനിത് ചടങ്ങിന് നന്ദി അറിയിച്ചു. തുടർന്ന് ബാലവേദി അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളും അരങ്ങേറി. OICC വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ സമുചിതമായി ആഘോഷിച്ചു. റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കീം പാറക്കൽ ദേശീയ പതാക ഉയർത്തി. ദേശഭക്തി ഗാനാലാപനം, ചരിത്ര പഠന ക്ലാസ്, സ്ട്രെസ് മാനേജ്മെന്റ് ക്ലാസ്, ക്വിസ് മത്സരങ്ങൾ തുടങ്ങി വിവിധ പരിപാടികൾ അരങ്ങേറി. സംഗീത വിരുന്ന്, നൃത്തനൃത്യങ്ങൾ, കവിതാ പാരായണം തുടങ്ങിയ പരിപാടികൾ മാറ്റുകൂട്ടി. പരിപാടിയിൽ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചു. ചടങ്ങ് ആദം മുൽസി ഉദ്ഘാടനം ചെയ്തു. അസ്ഹാബ് വർക്കല സ്വാഗതവും ഷരീഫ് അറക്കൽ നന്ദിയും പറഞ്ഞു.
യുക്രൈനിൽ വീണ്ടും റഷ്യൻ ആക്രമണം. ഖർക്കീവിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ 2 കുട്ടികളും ഉൾപ്പെടുന്നു. 35-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റഷ്യ തുടങ്ങിയ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിനു വേണ്ടി അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായി ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച നടക്കാനിരിക്കെയാണ് ആക്രമണം ഉണ്ടായത്. യുക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖർക്കീവിലുണ്ടായ അപ്രതീക്ഷിത ആക്രമണത്തിൽ പരിക്കേറ്റ 20 പേരിൽ 6 മുതൽ 17 വയസ്സ് വരെ പ്രായമുള്ള 6 കുട്ടികളും ഉൾപ്പെടുന്നു. ഓഗസ്റ്റ് 4-ന് ശേഷം യുക്രൈനിലുണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണിത്. 140 ഡ്രോണുകളാണ് ഒരൊറ്റ രാത്രിയിൽ റഷ്യ വിക്ഷേപിച്ചതെന്ന് യുക്രൈൻ വ്യോമസേന അറിയിച്ചു. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 3 മാസം പ്രായമുള്ള കുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ്. അന്നശ്ശേരി സ്വദേശിയായ യുവാവും രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലാണ്. അതേസമയം താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച പെൺകുട്ടിയുടെ സ്കൂളിൽ ആരോഗ്യവകുപ്പ് ബോധവൽക്കരണം നടത്തി. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 3 മാസം പ്രായമുള്ള കുട്ടി കഴിഞ്ഞ കുറെ ദിവസമായി വെന്റിലേറ്ററിലാണ്. കിണറിലെ വെള്ളമാണ് രോഗത്തിന്റെ ഉറവിടമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. രോഗം സ്ഥിരീകരിച്ച അന്നശ്ശേരി സ്വദേശിയായ യുവാവും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ജില്ലയിൽ കൂടുതൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ച പെൺകുട്ടിയുടെ സ്കൂളിൽ ആരോഗ്യവകുപ്പ് ബോധവൽക്കരണം നടത്തി. കോരങ്ങാട് UP സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനയെയാണ് രോഗം ബാധിച്ച് മരിച്ചത്. മുൻകരുതലിന്റെ ഭാഗമായി കുട്ടിയുടെ സഹോദരങ്ങളെ സ്രവ സാമ്പിളുകളും മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. PP ദിവ്യക്കെതിരായ വിജിലൻസ് അന്വേഷണം അട്ടിമറിച്ചെന്നാരോപിച്ച് ഹൈക്കോടതിയിൽ ഹർജി. KSU സംസ്ഥാന സെക്രട്ടറിയാണ് ഹർജിക്കാരൻ. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. PP ദിവ്യക്കെതിരായ ഹർജിയിൽ ഹൈക്കോടതി വിജിലൻസിനോട് വിശദീകരണം തേടി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യക്കെതിരെയുള്ള കേസ് അട്ടിമറിച്ചുവെന്നാരോപിച്ചാണ് KSU ഹൈക്കോടതിയെ സമീപിച്ചത്. വിജിലൻസിന് വസ്തുനിഷ്ഠപരമായ തെളിവുകൾ സഹിതം പരാതി നൽകിയിട്ടും വിജിലൻസ് പരാതിക്കാരനോട് പോലും കാര്യം അന്വേഷിച്ചില്ലെന്നും ഹർജിയിൽ പറയുന്നു. PP ദിവ്യയുടെ രാഷ്ട്രീയ സ്വാധീനം മൂലം കേസ് വിജിലൻസ് അട്ടിമറിച്ചുവെന്നാണ് പ്രധാന പരാതി. ഇക്കാര്യത്തിൽ ഹൈക്കോടതി നേരിട്ടിടപെട്ട് മറ്റ് ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് KSUവിന്റെ ആവശ്യം. ADM നവീൻ ബാബു മരണപ്പെട്ടത് സംബന്ധിച്ചാണ് PP ദിവ്യയുടെ കാര്യത്തിൽ വിവാദമുയർന്നത്. നവീൻ ബാബു കേസ് റദ്ദാക്കുവാനായി PP ദിവ്യ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ PP ദിവ്യ നടത്തിയ അഴിമതികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് KSUവിന്റെ പരാതി. അനധികൃത സ്വത്ത് സമ്പാദനം, നിരന്തരമുള്ള വിദേശയാത്ര, ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം. KSU സംസ്ഥാന സെക്രട്ടറിയാണ് പരാതി നൽകിയത്. എന്നാൽ വിജിലൻസ് പരാതിക്കാരന്റെ മൊഴി പോലും സ്വീകരിക്കാതെ കേസ് എഴുതിത്തള്ളുന്ന അവസ്ഥയിലാണെന്നാണ് ഹർജിയിലെ ആരോപണം. ഹർജിയിൽ ഹൈക്കോടതി വിജിലൻസിന് നോട്ടീസ് അയച്ചു. വിശദീകരണം തേടി. അമൃത ന്യൂസ്, കൊച്ചി. ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നാളെ പ്രഖ്യാപിക്കും. ടീം ഘടന സംബന്ധിച്ച് സെലക്ഷൻ കമ്മിറ്റി ധാരണയിലെത്തിയെന്നാണ് റിപ്പോർട്ട്. ശുഭ്മാൻ ഗില്ലിനെ തൽക്കാലം T20 ടീമിലേക്ക് പരിഗണിച്ചേക്കില്ല. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഓപ്പണർമാരായി തുടരാനാണ് സാധ്യത. ബാക്കപ്പ് ഓപ്പണറായി യശസ്വി ജയ്സ്വാളും ടീമിലെത്തിയേക്കും. തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും ടീമിൽ സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം പ്രസിദ്ധ് കൃഷ്ണ, അർഷദീപ് സിംഗ്, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി എന്നിവരും ടീമിൽ സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ട മലയാളി അത്ലറ്റ് ഷീന NVക്ക് സസ്പെൻഷൻ. ട്രിപ്പിൾ ജംപ് താരമാണ് ഷീന. ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിലും ഫെഡറേഷൻ കപ്പിലും മെഡൽ നേടിയിരുന്നു. ലോക ഫുട്ബോൾ താരവും സൗദി അറേബ്യയുടെ അൽ നാസർ ക്ലബിന്റെ മിന്നും താരവുമായ റൊണാൾഡോയും അദ്ദേഹത്തിന്റെ പ്രണയിനി ജോർജീന റോഡ്രിഗസും വിവാഹ നിശ്ചയം പ്രഖ്യാപിച്ച വാർത്ത ആരാധകർക്ക് ഏറെ ആവേശമായിരുന്നു. ഈ വിവരം അറിഞ്ഞപ്പോൾ സൗദി അറേബ്യയിലെ പ്രശസ്ത മാധ്യമപ്രവർത്തകനായ ഡോക്ടർ ഇബ്രാഹിം അൽ ഫാരിയൻ റൊണാൾഡോയ്ക്ക് ഒരു ഒട്ടകം സമ്മാനം പ്രഖ്യാപിച്ചു. റൊണാൾഡോയ്ക്കും ജോർജീനയ്ക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളെന്ന് അൽ ഫാരിയൻ Xൽ കുറിച്ചു. എന്നാൽ ഈ അപൂർവ സമ്മാനം റൊണാൾഡോ സ്വീകരിച്ചോ എന്ന വിവരങ്ങളൊന്നുമില്ല. എന്നാൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.